നമസ്കാരം. തെന്നാലി രാമൻ കഥകളിലെ 5-ാമത്തെ കഥ. ഉത്തര ഭാരതത്തിൽ മുഗളന്മാർ ആധിപത്യം സ്ഥാപിച്ചിട്ടുണ്ട്. അവരെക്കുറിച്ചുള്ള വിവരങ്ങൾ കൃഷ്ണദേവരായർക്കറിയാം. ഇനിയൊരിക്കൽ അവരുമായി യുദ്ധം വേണ്ടി വരികയാണെങ്കിലോ? തൻ്റെ സൈന്യബലം ഇപ്പോഴേ വർദ്ധിപ്പിക്കണം. അശ്വവിഭാഗം ഏറ്റവും പ്രധാനവുമാണ്. ചക്രവർത്തി വളരെ അറബിക്കുതിരകളെ വരുത്തി. ചക്രവർത്തിയുടെ മന്ത്രിമാർക്ക് ഒരു യുക്തി തോന്നി. കുതിരകളെ സംബന്ധിക്കുന്ന ഒരു ഏർപ്പാട് ചെയ്യുന്നത് കൊള്ളാം. ഓരോ കുതിരയെയും ഓരോ പൗരൻ സംരക്ഷിക്കണം. കുറേ പണം ചക്രവർത്തിയുടെ ഖജനാവിൽ നിന്ന് കൊടുക്കാം. അപ്പോൾ ബുദ്ധിമുട്ട് കുറയും. 1000 കുതിരകളെ 1000 പൗരന്മാർ സംരക്ഷിക്കട്ടെ. അതായി ചക്രവർത്തിയുടെ തീരുമാനം. പൗരന്മാർക്ക് മാസം തോറും ഒരു തുക ലഭിക്കും. പക്ഷേ ഒരു നിബന്ധന കൂടിയുണ്ട്. 3 മാസം കൂടുമ്പോൾ അവർ കുതിരകളെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവരണം. ചക്രവർത്തിയെ കാണിച്ച് ബോധ്യപ്പെടുത്തുകയും വേണം. ആ 1000 പൗരന്മാരിൽ ഒരാൾ രാമനായിരുന്നു. മാസം തോറും നല്ല വരുമാനം കിട്ടിയിട്ടില്ലേ? രാമന് വളരെ സന്തോഷമായി. അയാൾ ആ തുക സ്വന്തം ആവശ്യങ്ങൾക്കായി ചെലവുമാക്കി. അപ്പോൾ കുതിരയുടെ കാര്യമോ? വെളിച്ചം കയറാത്ത ഒരു മുറിയിൽ കുതിരയെ അടച്ചിട്ടു രാമൻ. വായു കടക്കാത്ത ചെറിയൊരു ദ്വാരമുണ്ട്. അതിനാൽ കുതിര ശ്വാസം മുട്ടി ചാവുകയില്ല. രാമന് ആ സമാധാനമുണ്ടായിരുന്നു. എന്തായിരുന്നു കുതിരയുടെ ആഹാരം? ഒരു പിടി വൈക്കോൽ. അതും പ്രതിദിനം ഒരു നേരം മാത്രം. രാമൻ ദ്വാരത്തിലൂടെ വൈക്കോൽ നീട്ടിക്കൊടുക്കും. വിശന്നു വലഞ്ഞ കുതിര അത് ആർത്തിയോടെ കടിച്ചെടുത്ത് തിന്നും. കുതിരകളെ പൗരന്മാർ ഏറ്റെടുത്തില്ലേ? അതിനുശേഷം 3 മാസം കഴിഞ്ഞു. അവയെ കൊട്ടാരത്തിൽ കൊണ്ടുചെന്ന് കാണിക്കണം. അതായിരുന്നല്ലോ നിബന്ധന. എല്ലാ പൗരന്മാരും കൃത്യദിവസം തന്നെ നിബന്ധന പാലിച്ചു. കൃഷ്ണദേവരായർ കുതിരകളെ ഒന്നൊന്നായി പരിശോധിച്ചു. ഒരു കുതിരയ്ക്കും ഒരു കുറവുമില്ല. എല്ലാം കൊഴുത്തു തടിച്ചിരിക്കുന്നു. നല്ല പ്രസരിപ്പും ആരോഗ്യവും. പൗരന്മാർ അവയെ നല്ലപോലെ സംരക്ഷിക്കുന്നുണ്ട്. അക്കാര്യം ചക്രവർത്തിക്ക് തീർച്ചയായി. ഒടുവിലാണ് കുതിരകളെ എണ്ണിയത്. 999. ആകെയുള്ളത് 1000. ഒരു കുതിരയുടെ കുറവുണ്ട്. അന്വേഷിച്ചപ്പോൾ മനസ്സിലായി, രാമൻ തൻ്റെ കുതിരയെ കൊണ്ടുവന്നിട്ടില്ല. ചക്രവർത്തി രാമനെ വരുത്തി. എന്താ രാമ, നിങ്ങൾ കുതിരയെ കൊണ്ടുവരാത്തത്? അദ്ദേഹം ചോദിച്ചു. തിരുമനസേ, എൻ്റെ കുതിര മഹാവികൃതിയാണ്. ഞാൻ പറഞ്ഞാൽ അവൻ അനുസരിക്കുകയുമില്ല. എന്നെ ചവിട്ടാനും കടിക്കാനും വരികയും ചെയ്യും. ഏറ്റവും സമർത്ഥനായ അശ്വസേനാനിയെ അയക്കണം. അയാൾ വിചാരിച്ചാലേ കുതിരയെ മെരുക്കാനൊക്കൂ. രാമൻ പറഞ്ഞു. ആരാണ് ഏറ്റവും സമർത്ഥനായ അശ്വസേനാനി? അശ്വസേനയുടെ നായകൻ തന്നെ. ചക്രവർത്തി അയാളെ നിയോഗിച്ചു. രാമനോടുകൂടി അശ്വസേനാ നായകൻ രാമൻ്റെ വീട്ടിലെത്തി. എവിടെയാണ് കുതിര? അയാൾ ചോദിച്ചു. അതാ ആ മുറിയിൽ തന്നെ. രാമൻ പറഞ്ഞിട്ട് അയാളെ അങ്ങോട്ട് നയിച്ചു. എന്തിനാണ് ഇരുളടഞ്ഞ ഈ മുറിയിൽ കുതിരയെ നിർത്തുന്നത്? അയാൾ അന്വേഷിച്ചു. അവനെ വെളിയിൽ വിടാൻ പാടില്ല. കാണുന്നവരെയൊക്കെ അവൻ കടിക്കുകയും ചവിട്ടുകയും ചെയ്യും. അത്രമാത്രം വികൃതിയാണവൻ. നിങ്ങൾ ചുമരിൽ ആ ദോരം കാണുന്നില്ലേ? അതിലൂടെ തലയിട്ടൊന്ന് നോക്കണം. അപ്പോൾ മനസ്സിലാകും കുതിരയുടെ പ്രകൃതം, രാമൻ പറഞ്ഞു. രാമൻ്റെ കുസൃതിയുണ്ടോ അശ്വസേനാനി അറിയുന്നു. അയാൾ ചുവരിൻ്റെ അടുക്കലേക്ക് നടന്നു. ദ്വാരത്തിലൂടെ എത്തി നോക്കി. എന്താണിത്? ആരോ തൻ്റെ താടി മീശ പിടിച്ചു വലിക്കുന്നോ? അതെ, വലിക്കുന്നത് ഏറ്റവും ബലപ്പിച്ചാണ് താനും. രോമങ്ങൾ പറഞ്ഞു പോകുന്നത് പോലെ. വേദന സഹിക്കാനും വയ്യ. അയാൾ താടി വലിച്ചെടുക്കാൻ നോക്കി. പറ്റുന്നില്ല. അയാൾ അനങ്ങാൻ വയ്യാതെ വെപ്രാളം കാണിച്ചു തുടങ്ങി. സംഗതി എന്തായിരുന്നു എന്നറിയോ? കുതിരയ്ക്ക് വൈക്കോൽ നീട്ടിക്കൊടുക്കുന്ന സമയമായിരുന്നു അത്. ആ സമയത്തിനായി കുതിര ക്ഷമ കെട്ട് കാത്തിരിക്കുകയാണ്. അത്ര കണ്ട് വിശപ്പാണ് ആ പാവപ്പെട്ട മൃഗത്തിന്. ദ്വാരത്തിലൂടെ താടി ഉള്ളിലേക്ക് നീണ്ടില്ലേ? കുതിര വിചാരിച്ചു വൈക്കോലാണെന്ന്. കേറി ഒറ്റയൊരു കടി താടിയിൽ. അശ്വസേനാനിയുടെ അവസ്ഥ ഊഹിക്കാൻ പ്രയാസമില്ല. അയാൾ നിലവിളിച്ചു തുടങ്ങി. ചിലർ നിലവിളി കേട്ട് ഓടി വന്നു നോക്കി. അയാളുടെ താടിയുടെ അറ്റം കുതിരയുടെ വായിൽ. അവർ കത്തിയെടുത്ത് താടി മീശ മുറിച്ചു. ഹൗ, സമാധാനമായി അശ്വസേനാനിക്ക്. അല്പം വേദന അപ്പോഴും ഉണ്ടെങ്കിലും. വിവരമറിഞ്ഞ് കൃഷ്ണദേവരായർ വന്നെത്തി. അങ്ങനെ ഒരു വിചിത്ര സംഭവം അന്നോളം ആ രാജ്യത്ത് നടന്നിട്ടില്ല. മറ്റെവിടെയെങ്കിലും നടന്നിട്ടുള്ളതായി കേട്ടിട്ടുമില്ല. ചക്രവർത്തി ഇരുട്ടറ തല്ലിപ്പൊളിച്ചു. അദ്ദേഹവും മന്ത്രിമാരും അതിനകത്ത് കയറി.
കുതിരയെ കണ്ടപ്പോൾ അവർക്ക് വ്യസനം തോന്നി. അതിൻ്റെ എല്ലുകൾ എണ്ണാൻ പ്രയാസമില്ല. തീറ്റ കിട്ടുന്നില്ല എന്ന് സ്പഷ്ടം. രാമ, നിങ്ങൾ എന്തിനാണ് ഈ കുതിരയെ ഈ സ്ഥിതിയിലാക്കിയത്? ചക്രവർത്തി ചോദിച്ചു. മറുപടിയായി രാമൻ പറഞ്ഞു, തിരുമേനി, കുതിരയ്ക്ക് ആഹാരമില്ലാതെ എണീക്കാൻ വയ്യാതായിട്ടുണ്ട്. എന്നിട്ടും കണ്ടില്ലേ അവൻ്റെ വിക്രമം? വളരെ കാലമായി വളരെ ശ്രദ്ധിച്ച് അശ്വസേനാനി വളർത്തിയെടുത്ത താടിമീശയാണ്. എന്നിട്ടും കുതിര ആ താടിമീശ മുറിപ്പിച്ചില്ലേ? അവൻ്റെ ശക്തിക്ക് ഇനി വേറെ തെളിവുകൾ എന്തിന്? അവിടുന്ന് ഒന്ന് ആലോചിക്കണം. കുതിരയ്ക്ക് ദിവസവും നല്ലപോലെ തീറ്റ കൊടുത്തിരുന്നെങ്കിലോ എന്തായിരിക്കും? അവൻ്റെ ബലവും തോന്യാസവും ആലോചിച്ചു നോക്കാൻ കൂടി ഭയമാകുന്നു. അത് കേട്ടപ്പോൾ ചക്രവർത്തിയുടെ നീരസം തീർന്നു. അദ്ദേഹം ഒന്ന് മന്ദഹസിക്കുക കൂടി ചെയ്തു. ഏതായാലും സംഭവം നടന്നു. വേണമെങ്കിൽ രാമനെ ശിക്ഷിക്കാം. 2 കുറ്റങ്ങളാണ് രാമൻ ചെയ്തിരിക്കുന്നത്. ഒന്ന്, കുതിരയെ പട്ടിണിയിട്ടു ഖജനാവിലെ പണം തട്ടിയെടുത്തു. രണ്ടാമത്, മുഴുതാടിക്കാരനായിരുന്ന അശ്വസേനാനിയെ അരത്താടിക്കാരനാക്കി. എങ്കിലും ചക്രവർത്തി രാമന് ശിക്ഷ ഇളവ് ചെയ്തു. നന്ദി.